പുരാതന കാലത്ത് ഭക്തയായ അഞ്ജന ഒരു മകനെ വേണമെന്ന് ആഗ്രഹിച്ചു. വർഷങ്ങളായുള്ള പ്രാർത്ഥനകളിലൂടെയും തപസ്സുകളിലൂടെയും അവർ അപാരമായ ശക്തിയും അചഞ്ചലമായ ഭക്തിയുമുള്ള ഒരു മകന് വേണ്ടി ദേവന്മാരുടെ അനുഗ്രഹം തേടി. അവരുടെ പ്രാർത്ഥനകൾ വായുദേവന്റെ അനുഗ്രഹം നേടി. അഞ്ജനയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വായുദേവൻ അവർക്ക് ഒരു ദിവ്യകുട്ടിയുടെ വരം നൽകി മഹത്വത്തിനായി വിധിക്കപ്പെട്ടു. വായുദേവന്റെ അനുഗ്രഹം കിട്ടിയ അഞ്ജന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആനന്ദകരമായ നിലവിളികൾ ഉയർന്നു. ഹനുമാന്റെ വരവ് ആഘോഷിക്കാൻ ദേവലോകർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മകന്റെ അസാധാരണമായ ശക്തി തിരിച്ചറിഞ്ഞ് കേസരിയും അഞ്ജനയും അവന് ഹനുമാൻ എന്ന് നാമകരണം ചെയ്തു. അവന്റെ അപാരമായ കഴിവുകൾ സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു അത്. രാമായണത്തിന്റെ ഐതിഹ്യ കഥയിൽ എന്നെന്നും അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തുന്ന മഹത്തായ സാഹസങ്ങൾ ഹനുമാന്റെ വിധിയിലുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. അസാധാരണമായ ശക്തിയും അതിരു കവിഞ്ഞ ജിജ്ഞാസയും പ്രകടിപ്പിച്ചാണ് ഹനുമാൻ വളർന്നത്. അദ്ദേഹം നിഷ്പ്രയാസം മലകൾ കയറി വേഗതയേറെ പക്ഷികളോടൊപ്പം പറന്നു ലോകപര്യവേഷണം ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹം കാണിച്ചു. തന്റെ നിഷ്കളങ്കതയിൽ ഉദയസൂര്യനെ ഒരു ഭീമാകാര ഫലമായി തെറ്റിദ്ധരിച്ച ഹനുമാൻ അപാരമായ ഉത്സാഹത്തോടെ ഈ സ്വർഗീയ സമ്മാനം സ്വന്തമാക്കാൻ ആകാശത്തേക്ക് കുതിച്ചുയർന്നു.